തെയ്യം സീസൺ ഏകദേശം കഴിയാറായി. അപ്പോൾ ഇന്ന് ജൂൺ 8-ാം തീയതി കളരിവാതുക്കലിലെ മുടിയോടെ ഉത്തര മലബാറിലെ തെയ്യങ്ങൾ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കളരിവാതുക്കലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കറക്റ്റ് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ എൻ്റെ കൂട്ടുകാരനെ കൂട്ടാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം. നമ്മളെ കൂട്ടുകാരൻ പ്രജീഷ് ചേട്ടനാണ് കേട്ടോ ഉള്ളത്. ഹായ് പ്രജീഷ് ചേട്ടാ. ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് തെയ്യം കാണാൻ പോകണം കേട്ടോ. കളരിവാതുക്കലിലെ കളരിയാൽ ഭഗവതീൻ്റെ തെയ്യത്തോടെയാണ് ഈ കണ്ണൂർ ജില്ലയിലല്ല നമ്മുടെ ഉത്തര മലബാറിലെ തന്നെ മൊത്തം തെയ്യങ്ങളുടെ സീസണുകൾ ഏകദേശം അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രജീഷേട്ടൻ മുന്നേ പോയിട്ടുണ്ടോ ഇതുവരെ? ഇല്ല, ഇതുവരെ പോയിട്ടില്ല അല്ലേ. കളരിയാൽ ഭഗവതിക്ക് പുറമെ ബാക്കി കുറേ തെയ്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും നീളമുള്ള മുടിയുള്ള ഒരു തെയ്യത്തിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും വലുപ്പമുള്ള മുടി വരുന്നത് കളരിവാതുക്കളിലെ കളരിയാൽ ഭഗവതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെയുള്ള കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പ്രജീഷേട്ടൻ നമ്മളെ സൈക്ലിംഗ് ക്ലബ്ബിലൊക്കെ ഉള്ളതാണ് കേട്ടോ. നമ്മളെ ഇവിടെ പെരളശ്ശേരി പെഡലേഴ്സിൻ്റെ കാര്യമായ ഒരാളാണ്. അപ്പോൾ ലോക്കലി ഇവിടെ പെരളശ്ശേരിയെ പറ്റിയിട്ട് മൊത്തം എനിക്ക് പരിചയപ്പെടുത്തി തരുന്നതും പ്രജീഷ് ചേട്ടനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രോൺ വീഡിയോസൊക്കെ മൊത്തം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി കുളത്തിൻ്റെ ഡ്രോൺ വീഡിയോസൊക്കെ പ്രജീഷ് ചേട്ടൻ എടുത്ത ഡ്രോൺ വീഡിയോസ് മൊത്തം ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് നേരെ ഇനി കളരിവാതുക്കൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. കണ്ണൂർ ജില്ലയിലെ കുളങ്ങളിൽ ഏറ്റവും ഭംഗിയായി പണിത കുളം ഏതാണെന്ന് ചോദിക്കുന്നവരോട് ഞാൻ ആദ്യം പറയുന്നത് പെരളശ്ശേരി ക്ഷേത്രക്കുളമാണ്. സ്റ്റെപ്പ് വെൽ എന്ന ആർക്കിടെക്ചറൽ രീതിയിലാണ് ഈ ഒരു ക്ഷേത്രക്കുളം പണിതിരിക്കുന്നത്. ചെങ്കലിൽ കൊത്തിയെടുത്ത പടവുകളാണ് ഈ ക്ഷേത്രക്കുളത്തിന് ഇത്രയും ഭംഗി നൽകുന്നത്. ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന കുളങ്ങളോട് ഏറെ സാമ്യമുണ്ട് ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിന്. ഒട്ടനവധി സിനിമകളും കുറേ പരസ്യങ്ങളും ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രക്കുളത്തിൽ കണ്ടുവരുന്ന മത്സ്യങ്ങളും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. നമ്മൾ ചിറക്കൽ വഴിയാണ് നേരെ കളരിവാതുക്കൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കുന്നാവ് ജലദുർഗ ക്ഷേത്രത്തിൽ കൂടി ഒന്ന് ജസ്റ്റ് കയറി. ഞാൻ മുന്നേ ഇതുവഴിയൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ കുന്നാവ് ജലദുർഗ ക്ഷേത്രത്തിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ഷേത്രക്കുളമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ക്ഷേത്രത്തിലെ കുളം കണ്ടോ. ഈ സൈഡിലൊരു ചെറിയൊരു അക്വാഡക്റ്റ് പോലെയൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് ഇങ്ങനത്തെ ഒരു കുളത്തിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ശേഖരിച്ചിട്ട് ഇവിടെ ഫുള്ളായി കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഈ ക്ഷേത്രത്തിലേക്കും വരുന്നുണ്ട്. കുറേ ചെറിയ ചെറിയ ടണൽ പോലെ ഉണ്ടോ, കുഞ്ഞു ടണലുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴുക്കാണ് കേട്ടോ. നേരെ ക്ഷേത്രത്തിലേക്കാണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ ഈ ക്ഷേത്രം നിൽക്കുന്നത് വെള്ളത്തിലാണ്, ഒരു ചെറിയൊരു തടാകം പോലെ. പ്രധാനപ്പെട്ട കുളം വരുന്നത് നേരെ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നല്ല തെളിഞ്ഞ വെള്ളം, മൊത്തം ക്ലിയർ ആയിട്ട് നമുക്ക് അടിവരെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഞാൻ നേരത്തെ വന്നപാട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപാട് ഞാൻ ജസ്റ്റ് വെള്ളത്തിലിറങ്ങി മുഖമെല്ലാം നന്നായി കഴുകി. അത്യാവശ്യം തണുപ്പുണ്ട്, പിന്നെ നല്ല എന്താ പറയുക, നല്ല ഭംഗി. പിന്നെ ഇവിടെ ഇപ്പം ഇറങ്ങി കുളിക്കാൻ സമയമായിട്ടില്ല, വൈകിട്ട് ഇറങ്ങാൻ പറ്റുന്ന പറഞ്ഞത്. ഇത് കണ്ടോ, തെളിഞ്ഞ വെള്ളം അങ്ങ് അടിയോളം കാണാം. കണ്ണാടി പോലത്തെ വെള്ളമാണ്. ഈ സൈഡിൽ കണ്ടോ വേറെ ഒരു ചെറിയൊരു ടണൽ പോലെ കണ്ടോ, ഇതിലെയാണ് വെള്ളം ഒഴുകി വരുന്നത്. നമ്മളെ നാട്ടിലെല്ലാം തെളിഞ്ഞ വെള്ളമുണ്ട്, പക്ഷേ ഇതുപോലെ ഇങ്ങനെ കണ്ണാടി പോലെ എന്താ പറയുക അടിവരെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഇവിടെ വേറെ ദിവസം വന്നിട്ട് എന്തായാലും സ്വിമ്മ് ചെയ്യണം. എന്തായാലും ഫ്രണ്ട്സായിട്ടെല്ലാം ഒന്ന് ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്യട്ടെ, ഒരു റൈഡ് ആയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. വണ്ടി കുറച്ച് ദൂരോട്ട്, കാവിൽ നിന്ന് കുറച്ച് ദൂരോട്ട് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ കാവിലേക്ക് എന്തോ ഒരു ചടങ്ങ് ഇപ്പോൾ നടക്കുന്നുണ്ട്. വടക്കേ മലബാറിലെ ഒരു വർഷത്തെ തെയ്യക്കാലത്തിന് പര്യവസാനം കുറിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം കളരിവാതുക്കൽ ഭഗവതിയുടെ തിരുമുടി വരുന്നത് കാണുവാനായിട്ടാണ് 10,000-കണക്കിന് ഭക്തർ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത്. തിരുമുടികളിൽ ഏറ്റവും വലിയ മുടിയാണ് കളരിയാൽ ഭഗവതിയുടെ തിരുമുടി. കവുങ്ങുകളും മുളകളും ഉപയോഗിച്ചാണ് തിരുമുടി നിർമ്മിക്കുന്നത്. കളരിയാൽ ഭഗവതിയുടെ കൂടെ ക്ഷേത്രപാലകൻ സോമേശ്വരി, പാടിക്കുട്ടി, പഴശ്ശി ഭഗവതി, ചുഴലി ഭഗവതി, കാളരാത്രി എന്നീ ദേവതമാരെയും കെട്ടിയാടിക്കുന്നു. അനേകം ആളുകളുടെ സഹായത്തോടെയാണ് ഈ കൂറ്റൻ തിരുമുടി നിവർത്തുന്നത്. ഈ ഒരു ചടങ്ങ് കാണുവാനായി 10,000-ങ്ങളാണ് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി കളരിവാതുക്കൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുള്ളത്. അങ്ങനെ കളരിവാതുക്കലെ മുടിയെല്ലാം കണ്ട് നമ്മൾ മടങ്ങി കേട്ടോ. നേരെ തിരിച്ചു വന്നത് ചിറക്കൽ കുളത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ കുളത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ കുളമാണ് കേട്ടോ. ചിറക്കൽ രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു ഈ ഒരു കുളം വരുന്നത്. ഇതിൻ്റെ വലുപ്പം കണ്ടോ. ഇതിൻ്റെ ഞാൻ ഏരിയൽ വീഡിയോസ് മൊത്തം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുളത്തിൽ വന്നേരം ഇതാ കുറച്ച് കുട്ടികളെല്ലാം പരിചയപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇവൻ്റെ പേര്? അർഷിൻ. പേര് പറഞ്ഞിട്ടില്ല. അക്ഷത്. നേരത്തെ പറഞ്ഞു നിന്നു പേര് തന്മയ.
അപ്പോൾ ഇവരൊക്കെ നമ്മളിതാ ഇവിടെ വന്നേരം പരിചയപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നുണ്ട്. ഇതാ വേറെയും കുട്ടി വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മളെ ചാനൽ ഒന്ന് കാണിക്കുമെന്ന് അവർക്ക് ചോദിച്ചായിരുന്നു. ഹായ്. ഈ ഒരു കുളത്തിൻ്റെ ഈ ചിറക്കൽ കുളത്തിൻ്റെ ചുറ്റുമായിട്ട് തന്നെ കുറേ ക്ഷേത്രങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതിൽ ഒന്ന് വരുന്നത് കിഴക്കേ മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. പിന്നെ അപ്പുറം വരുന്നത് ധാന്വന്തരി ക്ഷേത്രം വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഇഷ്ടംപോലെ ക്ഷേത്രങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. കളരിവാതിക്കൽ പോയാൽ നല്ല തിരക്കായിരുന്നു. കളരിയാൽ ഭഗവതീൻ്റെ മുടി കാണാൻ പറ്റി. പിന്നെ മറ്റുള്ള തേക്കൊള്ളങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല തിരക്കായിരുന്നു. പ്രജീഷ് ചേട്ടൻ അവിടുന്ന് കുറച്ച് ഡ്രോണൊക്കെ പറത്തിയെടുക്കാൻ വിചാരിച്ചു. പക്ഷേ ആ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് പറ്റില്ലായിരുന്നു. പിന്നെ നമുക്കിന്നൊരു ദുരനുഭവം ഉണ്ടായത് നമ്മളെ ജലദുർഗ ക്ഷേത്രത്തിൽ പോരാ കേട്ടോ. ഒരാൾ മദ്യപിച്ച് വന്നിട്ട് നമ്മളെ മെക്കിട്ട് കയറി. നമ്മളവിടുന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇത് വന്ന് കുറേ ഡിസ്റ്റർബ് ചെയ്തു. അതൊരു കുറച്ചൊരു ഇതായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. എന്തായാലും ഇതെല്ലാം ഓരോരോ അനുഭവങ്ങളാണല്ലോ. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. അപ്പോൾ പ്രജീഷ് ചേട്ടാ പുതിയ വീഡിയോ ആയിട്ട് കാണാമല്ലോ. ഓക്കെ, ബൈ ബൈ.